എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പലരും തലമുറകളെക്കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ട് ഭാരപ്പെടുന്നവരാണല്ലേ. കുറച്ച് പേരെൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ട് കമൻ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പ്രാർത്ഥനാ വിഷയം എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നാലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമ്മൾ അതിന് ബാധ്യസ്ഥരാണല്ലോ. കാരണം നമ്മളോട് ഒരാൾ ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അവരോട് പ്രാർത്ഥിക്കാമെന്ന് മറുപടി കൊടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത് ദൈവസന്നിധിയിൽ അത് നീതിയല്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്നൊന്നുമല്ല, എന്നാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്കറിയാം സങ്കീർത്തനം 127 പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മക്കൾ എന്ന് പറയുന്നത് എന്താണ്? യഹോവയാം ദൈവം നമ്മൾക്ക് തരുന്ന അവകാശമാണല്ലേ. അപ്പോൾ ഈ അവകാശത്തിൻ്റെ മേൽ, ഈ അവകാശം ദൈവം നമ്മൾക്ക് തരുന്നത് എന്തിനാണ്? നമ്മളെ ബുദ്ധിമുട്ടിക്കാനാണോ? അല്ല, നമ്മൾക്ക് നന്മയ്ക്കായിട്ട് അല്ലേ, നമ്മൾക്ക് സന്തോഷത്തിനായിട്ടാണ് ഈ അവകാശത്തെ തരുന്നത്. അത് നമ്മൾക്ക് നന്മയാകേണ്ടതാണ്, അത് നമ്മൾക്ക് അനുഗ്രഹമാകേണ്ടതാണ്. അത് എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്കറിയാം ഇന്ന് തലമുറകൾ വഴിതെറ്റി പോകുന്നു എന്ന് പറയുന്നത്? ചിലർ പറഞ്ഞു, ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അനുസരണയില്ല, അനുസരണക്കേട്, മറുതലിപ്പ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പേരൻസ് ഉണ്ട്. അതുകൂടാതെ എന്താണ്, ചില മക്കൾ കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വഴിതെറ്റി പോകുന്നവരുണ്ട്. ഇനി അടുത്ത വേറൊരു ഘട്ടത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവർ ജോലിയൊക്കെ ആയി, ഇവരുടെ ലൈഫ് സെറ്റിലായി എന്ന് കരുതി ഇവർക്ക് വിവാഹമൊക്കെ ഇവരെ കഴിച്ചു കൊടുത്തിട്ടുണ്ടാകും. അവിടെ അവർക്ക് സമാധാനമില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാകും അല്ലേ. ഇങ്ങനെ പല വിധത്തിൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. ഓർക്കുക, നമ്മൾക്ക് ദൈവം തരുന്ന അവകാശമാണ് എന്ത്? ഈ തലമുറകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നശിപ്പിച്ച് കളയുവാൻ, അല്ലെങ്കിൽ അതിനെ വഴിതെറ്റിച്ച് കളയാൻ, ദൈവത്തിൻ്റെ ആ പർപ്പസിൽ നിന്ന് മാറ്റിക്കളയാൻ, ദൈവം നമ്മൾക്കൊരു അവകാശം തരുമ്പോൾ അതിനെക്കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടല്ലേ. അപ്പോൾ ആ പർപ്പസിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് ആര് ശ്രമിച്ചുകൊണ്ടേയിരിക്കും? ഈ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദൈവം തരുന്ന അവാഗ്ദത്ത സന്തതിക്കെതിരെ എന്താണ്? പിശാച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, തലമുറകൾ എന്തുകൊണ്ടാണ് വഴിതെറ്റി പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഈ തലമുറകൾ വഴിതെറ്റി പോകാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ്? അവർ കണ്ടു വളരുന്നത് അല്ലേ. എന്ന് വെച്ചാൽ അവർക്കുള്ള സാക്ഷ്യം എവിടെ തുടങ്ങണം? കുടുംബത്തിനകത്ത് തുടങ്ങണം. കുടുംബത്തിനകത്തുനിന്ന് അവർ സാക്ഷ്യമുള്ളൊരു പേരൻസിൻ്റെ ജീവിതം കണ്ടു വളരണം. എന്ന് വെച്ചാൽ പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബഹുമാനവും സ്നേഹവും ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലൊരു സാക്ഷ്യമുള്ളവരായിരിക്കണം അല്ലേ. അങ്ങനെയുള്ള പേരൻസ് ആണെങ്കിൽ ആ തലമുറകൾ എന്താണ്? അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അത് നല്ലതായി കഴിഞ്ഞു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തലമുറകളുടെ മുൻപിൽ നമ്മളൊരു മാതൃകയുള്ള ജീവിതം കാഴ്ചവെക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും ശുശ്രൂഷാ മണ്ഡലത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? തലമുറകളുടെ മുൻപിൽ ഒരു മാതൃകയുള്ള ജീവിതം കാഴ്ചവെക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത ഒരു ഘട്ടമുണ്ട്. അതെന്താണെന്നറിയാമോ? തലമുറകളെ വഴിതെറ്റിച്ച് കളയുന്ന പൈശാചിക ശക്തികളുണ്ട്. അത് ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഒന്ന് പ്രവർത്തിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ അല്ലേ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്കറിയാം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. അതിൽ ഗെയിമിന് അഡിക്റ്റ് ആകുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ TV തുറന്നാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ വേറെ ബന്ധങ്ങളിൽ കുടുങ്ങുന്നവരുണ്ട്. അങ്ങനെയുള്ള പലതുണ്ട് അല്ലേ. ഇനി അതുകൂടാതെ എന്താണ്? ഇവരെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ തൊട്ടാ തുടങ്ങും ഇവരുടെ കൂട്ടുകാരല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ വീട്ടിലിങ്ങനെ പൊത്തി പിടിച്ചായിരിക്കും വളർത്തുന്നത്. ചിലപ്പോൾ TV പോലും ഓരോ വീട്ടുകളിൽ കാണിയല്ല. കാരണം എന്താ? ആ TV വരുന്നതൊന്നും പിള്ളേർ കേട്ട് പഠിക്കണ്ട എന്ന് കരുതി TV പോലും ഇല്ലാത്ത വീടുകളുണ്ട് അല്ലേ. മിക്ക ബന്ധവസ്ഥ വീടുകളിലുമൊന്നും TV പോലുമില്ല. അങ്ങനെയുള്ള വീടുകളുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പൊത്തി പിടിഞ്ഞ് നമ്മൾ എന്താ പറയുക, എല്ലാം കൊണ്ട് നല്ല കൊച്ചായിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് സ്കൂളിലോട്ട് ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഇവർ ചിലപ്പോൾ ചില ഭാഷകളൊക്കെ പഠിച്ചിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിശയിച്ച് പോകും, അയ്യോ ഇത് എവിടെ നിന്നാണ് ഇനി ഈ ഭാഷയൊക്കെ കിട്ടുന്നത് എന്ന് നമ്മൾക്ക് തോന്നും അല്ലേ. ഇനി ചിലരുണ്ട്, നമ്മൾക്കറിയാം എപ്പോഴും ഈ പിള്ളേരെന്ന് പറയുന്നത് അവരെന്താണ്? അവരൊരു എന്താ പറയുക, ഒരു നിഷ്കളങ്കരാണല്ലേ. അപ്പോൾ ഈ ചില നിഷ്കളങ്കത വിട്ട് ചില പിള്ളേർ കളിക്കുന്നത് കണ്ടിട്ടില്ലേ. എന്ന് വെച്ചാൽ അവരുടെ വർത്താനം കൊണ്ടും നമ്മളല്ലേ പണ്ടത്തെ കാരണന്മാരൊക്കെ പറയാറുണ്ട്. എന്താ പറയുന്നത്? കൊച്ചു 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നെങ്കിലും നാക്ക് MAയ്ക്കാണ് പഠിക്കുന്നതെന്ന് പറയും അല്ലേ. വലിയ വലിയ സംസാരങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു നിഷ്കളങ്കതയെ തകർക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ. അതൊക്കെ നമ്മൾ പുറമെയൊക്കെ നമ്മൾ വേറെ കൊച്ചിനെയൊക്കെ കാണുമ്പോൾ, വേറെ പിള്ളേരൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ
കാണുമ്പം നമ്മൾ സ്മാർട്ടാണല്ലോ എന്നൊക്കെ പറയുമെങ്കിലും വീട്ടിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ മനസ്സിൽ നമ്മളെന്താ പറയും, ഈ കൊച്ചിൻ്റെ നാക്ക് എമ്മയ്ക്കാണല്ലോ പഠിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു വെക്കും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളല്ലേ നമ്മൾ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു നിഷ്കളങ്കതയാണ്. ആ നിഷ്കളങ്കത വിട്ടവരും പുറത്തോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾക്കൊരു അസ്വസ്ഥതയാണ് എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവർ സുഹൃത്തുക്കളിൽ നിന്ന് പഠിക്കുന്നു. ഇനി അവർ അതിന് മുതിർന്ന ക്ലാസ്സുകളിലോട്ട് കയറി കഴിയുമ്പോൾ സുഹൃത്തുക്കൾ ഇവരെ പല വഴിക്ക് കൊണ്ടുപോകുന്നു, അല്ലേ? പല വിധത്തിൽ ഇവരെ വഴിതെറ്റിക്കുവാൻ സുഹൃത്തുക്കൾ ശ്രമിക്കുന്നു. ഇനി ഇതൊന്നുമില്ല, എല്ലാം ക്ലിയറാണ്. എന്ന് വെച്ചാൽ പേരൻസിൻ്റെ സാക്ഷി ജീവിതമാണ്. അവർക്ക് എല്ലാ വിധത്തിലും സ്കൂളിലും കോളേജുകളിലും എല്ലാം നല്ലതൊക്കെ ആണെങ്കിലും ചില പിള്ളേർ വഴിതെറ്റിപ്പോകും. അതെങ്ങനെയാണ് പോകുന്നത്? ഓർക്കുക, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോളിംഗ് ഉണ്ടെങ്കിൽ എന്താകും? പിശാച് അതിന് എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ ഒരു കോളിംഗ് ഉണ്ട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കോളിംഗ് ഉള്ള പിള്ളേരെ ദൈവം തരുന്ന അവകാശത്തെ അങ്ങനെ പറയുന്നത് ശരി, ഓക്കെ. അപ്പോൾ ഈ തലമുറകളെ തെറ്റിച്ച് കളയാൻ എപ്പോഴും ഒരു പൈശാചിക വ്യാപാരം ഇങ്ങനെ പുറകെ ഉണ്ടാകും. അതിനെ ഇങ്ങനെ കാണണ്ടാത്തത് കാണിപ്പിക്കാൻ, അല്ലെങ്കിൽ ചിലതിലോട്ടൊക്കെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ, ചില അയോഗ്യ ബന്ധങ്ങളിൽ കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പിശാച് ഇങ്ങനെ പുറകെ കൂടുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ വഴിതെറ്റി പോകുന്നവരുണ്ടാകും. അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെ സ്വസ്ഥതയെ കെടുത്തുന്നതാണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒന്നെന്താണ്? നമ്മൾ സാക്ഷ്യമുള്ള ജീവിതം കാഴ്ചവെക്കുക. എന്നിട്ട് പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ അവർക്ക് നല്ല അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഞാൻ വാക്കുകളിലൂടെ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ചില പേരൻസ് ഉണ്ട്, എന്ത് പറഞ്ഞാലും അവരെ അങ്ങ് ചീത്ത പറയും. അവരെന്ത് നല്ലത് ചെയ്താലും അവർ അംഗീകരിക്കത്തില്ല. അവരെന്ത് ചെയ്യും? അപ്പുറത്തോട്ടാണ് നോട്ടം. അപ്പുറത്തെ വീട്ടിലെ ശോശാമ്മയുടെ മകനെ, അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ എന്താ പറയുക ജെയിംസ് ഊട്ടിയുടെ മകനോ ആരെങ്കിലും ആകട്ടെ, അവരെ നോക്കിയിട്ട് അവനെ നോക്ക്, അവളെ നോക്ക്, അവരെ നോക്ക്, ഇവരെ നോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് താരതമ്യം ചെയ്യും പിള്ളേരെ. അതൊരിക്കലും അവർക്ക് ഇഷ്ടമല്ല. നമ്മൾക്ക് പോലും ഇഷ്ടമാകുമോ? വേറൊരാളെ പറഞ്ഞ് നമ്മളെ താരതമ്യം ചെയ്യുന്നത് നമ്മൾക്ക് ഇഷ്ടമാകുമോ? ഇല്ല. അപ്പോൾ ഈ പിള്ളേരെ ഇങ്ങനെ താരതമ്യം ചെയ്യുക. പിന്നെ രണ്ടാമത് എന്താണ്? അവരെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വഴക്ക് പറഞ്ഞ് അവരുടെ സ്വസ്ഥതയൊക്കെ എടുത്തുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പിള്ളേർക്കൊരു ഒരു മറുതലിപ്പ്, ഒരു റിബലിയൻ സ്പിരിറ്റൊക്കെ അവരുടെ ഉള്ളിലോട്ട് കിടക്കുവാനായിട്ട് ഇടയാകും. അല്ലെങ്കിൽ അവർ ഡിപ്രസ്ഡ് ആകുവാനായിട്ട് ഇടയാകും. അവർക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ വലിയ ഈ ഡോക്ടർമാർ പറയുന്ന ടോക്കുകളാണ്. അവർ മോട്ടിവേഷൻ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിൽ കൊടുക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്നും പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ കുഞ്ഞ് ദൈവം നമ്മൾക്ക് തരുന്ന വലിയ അവകാശമാണ്. അത് ദൈവം നമ്മൾക്ക് തരുന്ന നന്മയാണ്. അതിനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അതിനെതിരെ നമ്മൾ മോശം പറയരുത്. എന്ന് വെച്ചാൽ അത് ഈ കൊച്ചു ഇതൊന്നും പഠിക്കത്തില്ലെന്നേ, ഇതെവിടെ എത്താൻ പോകുന്നില്ലെന്നേ, ഇതിൻ്റെ ഒക്കെ കണക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നെഗറ്റീവ് വാചകങ്ങളും പിള്ളേരെ നോക്കി നമ്മൾ ഒരിക്കലും പറയരുത്. അത് അവരുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തും. അവരുടെ വളർച്ചയ്ക്ക് അത് തടസ്സമാകും. അവരെ കമ്പയർ ചെയ്യരുത്. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അടുത്തത് എന്താണ്? നമ്മൾക്കറിയാം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലേ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ മറുതലിപ്പ്, അനുസരണക്കേട്, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ അയോഗ്യ ബന്ധങ്ങൾ, അങ്ങനെയുള്ള ഏതെങ്കിലും വിധത്തിലോട്ട് ഇവർ പോയി കഴിഞ്ഞു. ഇനി അതല്ലെങ്കിൽ ഇവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഇവർക്ക് സമാധാനമില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനുകളിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന അടി കൊടുത്താൽ ശരിയാകുമോ? ഇല്ല. അല്ലേ? വഴക്ക് പറഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. ഇനി കല്യാണം കഴിച്ച മക്കളാണെങ്കിൽ അവരെ ഡിവോഴ്സ് കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ശരിയാകുമോ? ശരിയാകത്തില്ല. കാരണം അവരെ നമ്മൾ വിവാഹം കഴിച്ച് അയപ്പിച്ചു കൊടുത്തതും വിവാഹം കഴിച്ച് വന്നതും എന്തുമാകട്ടെ. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം എന്തായിരിക്കണം? സ്മൂത്തായിട്ട് നല്ല രീതിയിൽ പോകണം, സമാധാനത്തോടെ പോകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്തേ ചെയ്യുവാൻ പറ്റത്തുള്ളൂ? ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനേ നമ്മൾക്ക് പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നതിലൂടെ മാത്രമേ നമ്മൾക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ നല്ല മക്കളാക്കിയിട്ട് ഇവരെ നമ്മൾക്ക് കൊണ്ടുവരുവാനും പറ്റത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വിചാരിക്കും തലമുറകൾ വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇവർ മറുതലിപ്പ്, അനുസരണക്കേട്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പഠിക്കുന്നില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, ഉപവസിക്കേണ്ടതെന്ന് നമ്മൾ വിചാരിക്കും. അല്ല കേട്ടോ. ഇന്ന് നിൽക്കുന്നു എന്ന് തോന്നുന്ന തലമുറ നാളെ എന്താകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ മക്കളെ വിദേശത്തോട്ടൊക്കെ പഠിപ്പിക്കാനൊക്കെ വിടുമല്ലേ? ഇന്നെല്ലാവരും മത്സരിച്ച് വിടുകയാണ് വിദേശത്തോട്ടും, ലോൺ എടുത്തും അല്ലാതെയും ഒക്കെ മക്കളെ വിദേശത്ത് കൊണ്ട് പഠിപ്പിക്കുവാണ്. എന്തിനാണ്? പ്രിവിലേജിന് വേണ്ടിയാണ് വിടുന്നത്, അല്ലാതെ മറ്റൊന്നുമില്ല ഇതിനകത്ത്. ഓക്കെ, പ്രിവിലേജിന് വേണ്ടി നമ്മൾ മക്കളെ വിദേശങ്ങളിലോട്ട് അയക്കും. എന്നിട്ട് നമ്മൾക്ക് അറിഞ്ഞുകൂടാ അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. സൺഡേ ചോദിക്കും, മോനെ അല്ലെങ്കിൽ മോളെ ഇന്നിവിടെ പോകുന്നുണ്ടോ, ചർച്ചിൽ പോകുന്നുണ്ട്? ഇവർ പറയും ചർച്ചിൽ പോവുക. അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ കിടക്കപ്പായിന്ന് എഴുന്നേറ്റിട്ടുണ്ടാവില്ല. എന്നിട്ട് പറയും ഞാൻ ചർച്ചിൽ പോയിട്ട് വന്നിട്ട് കിടക്കുക എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയും. നമ്മൾക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾക്ക് എന്തേ അറിയത്തുള്ളൂ? ഇവർ പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
വീണു പോയവരും വീണു പോകാത്തവരും ഒക്കെയുള്ള മക്കളുള്ളവർ എല്ലാവരും എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ മടങ്ങി വരുവാൻ, അവർ നല്ല രീതിയിൽ വരുവാൻ, ദൈവത്തോട് അടുത്ത് വരുവാൻ പ്രാർത്ഥിക്കണം. അതുകൂടാതെ എന്താണ്? ഇവർ വഴിതെറ്റി പോകാതെ അയോഗ്യ കൂട്ടുകെട്ടുകളിൽ പെടാതെ ഇവരെ ദൈവം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രാർത്ഥന. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറയാം. ഇനി രണ്ടാമത് വേറൊരു മെയിൻ കാരണമുണ്ട്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ന് നമ്മൾക്കറിയാം ഈ പൊങ്ങച്ചം പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടം അല്ലേ? പൊങ്ങച്ചം പറയുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഭയങ്കര ഇഷ്ടം. ഇന്ന് നമ്മളുടെയൊക്കെ ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങൾ പോലും നമ്മൾ കൊണ്ടുവരുന്നത് എന്തിനാണ്? മറ്റുള്ളവരുടെ മുൻപിൽ പൊങ്ങച്ചം കാണിക്കാൻ, വലിയ മണിമാളികകൾ കെട്ടുന്നത് എന്തിനാണ്? പൊങ്ങച്ചം കാണിക്കാൻ, വലിയ വില കൂടിയ കാർ മേടിക്കുന്നത് എന്തിനാണ്? പൊങ്ങച്ചം കാണിക്കാനാണ്. വില കൂടിയ ഡ്രസ്സുകൾ ഇടുന്നത് എന്തിനാണ്? അതൊക്കെ പൊങ്ങച്ചം കാണിക്കാനാണ്. ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ല. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള നഗ്നമായ സത്യം എന്ന് പറയുന്നത് പൊങ്ങച്ചം കാണിക്കണം. ഇനി അതുപോലെ തന്നെ ചില പേരൻസിന് വിവരമുള്ളവരും മിണ്ടത്തില്ല. ചിലരുണ്ട് ഈ മക്കളെ അങ്ങ് പൊക്കിയടിച്ചുകൊണ്ട് നടക്കും. മക്കൾ നല്ലതായിരിക്കും, ഓക്കെ ഫൈൻ, നല്ലതാണ്, അതിൻ്റെ റിസൾട്ട് അങ്ങോളം നിലനിൽക്കണം അല്ലേ? അതിനകത്ത് ആ കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മക്കളിൽ നന്മകൾ കാണുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് നമ്മൾ ആ മക്കളെ അവരെ അഭിനന്ദിക്കുക. എന്നിട്ട് ദൈവത്തോട് നമ്മൾ നന്ദി പറയുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കണ്ടവരോട് വരുന്നവരോടും പോകുന്നവരോടും മുഴുവൻ നമ്മൾ എന്ത് ചെയ്യരുത്? ഈ മക്കളെക്കുറിച്ച് ചുമ്മാ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് പല ശുശ്രൂഷകന്മാർക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങളാണ്. ഇവരും ഇങ്ങനെ ചെയ്യും. എന്താണെന്നറിയാമോ? ശുശ്രൂഷയ്ക്ക് കയറി നിന്ന് കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പൊങ്ങച്ചം പറയാനായിട്ട് കിടക്കും. ഒരിക്കലും അങ്ങനെ പറയരുത്. മക്കളെക്കുറിച്ച് നമ്മൾ പൊങ്ങച്ചം പറയുവാനായിട്ട് നിൽക്കരുത്. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് അവർ കൃപയിലാണെങ്കിൽ നാളെ അവർ വീണു പോകുമെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. ഒന്ന്. ഇനി രണ്ടാമത്തത് എന്താണ്? നമ്മൾ ഈ മക്കളെക്കുറിച്ച് പൊങ്ങച്ചം പറയുമ്പോൾ രണ്ടാൾക്കാരത് കേൾക്കും. ആരാന്നറിയാമോ? ഒന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ കേൾക്കും. രണ്ടാമത്തത് എന്താണ്? വേറൊരുത്തൻ കാതുകൂർപ്പിച്ചിരിക്കുന്നുണ്ടാകും. ആരാ? ഈ പിശാച് എന്ന് പറയുന്നവൻ കാതുകൂർപ്പിച്ചിരിക്കുന്നുണ്ടാകും. അത് നമ്മൾ മറക്കരുത്. അപ്പോൾ ആദ്യത്തെ മനുഷ്യന്മാരാണ് കേൾക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? അവർക്ക് അവരുടെ ഒരു നല്ല രീതിയിലൊന്നും എത്താൻ പറ്റാത്തവരെല്ലാവർക്കും അല്ലേ, ചിലർക്കല്ലേ, ചിലരുടെ ഉള്ളിലോട്ട് എന്ത് വരും? ഒരു അസൂയ വരും. ഇനി ചിലരെന്താണ്? മത്സരം അല്ലേ? മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിപ്പിക്കുന്ന പേരൻസാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലുള്ളതെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. അവൻ്റെ കൊച്ചു അങ്ങനെ പോയോ, എൻ്റെ കൊച്ചു ഇങ്ങനെ വരണം, അങ്ങനെ വരണം, ഇങ്ങനെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായിരിക്കും. അപ്പം അങ്ങനെയുള്ള പേരൻസുകളൊക്കെയാണ് കേൾക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ഉള്ളിലോട്ടൊരു അസൂയയുടെ സ്പിരിറ്റ് അങ്ങ് കടന്നിട്ട് ഈ അസൂയ അവരിൽ നിന്ന് പുറത്തോട്ട് വരും. അതെന്താണ്? അതൊരു അസൂയ എന്ന് പറയുന്നത് ഒരു പൈശാചിക നെഗറ്റീവ് എനർജിയാണ്. അതൊരിക്കലും നല്ലതല്ല. നമ്മളുടെ കുഞ്ഞുങ്ങൾക്കത് നല്ലതല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊങ്ങച്ചം, നമ്മൾ മക്കളെക്കുറിച്ച് പൊങ്ങച്ചം മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതാണ് ബുദ്ധി. ഓക്കെ. ഇനി ഇത് അടുത്തതാരാണ്? ഈ പിശാച് കേൾക്കും. ഇവനെക്കുറിച്ച് ഇത്ര സാക്ഷിയാണ്, എങ്കിൽ പിന്നെ അതൊന്ന് കളയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് കളിക്കും. എങ്ങനെ കളിക്കും? ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട്സിലൂടെ, ഒന്നും വേണ്ട, ഇവരുടെ ചിന്താമണ്ഡലങ്ങളിൽ കൂടിയൊക്കെ ഈ പിശാച് കയറി കളിക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ പൊങ്ങച്ചം ചുമ്മാ ഇച്ചിരി സ്വല്പമൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഒരു സന്തോഷം. പക്ഷേ ചുമ്മാ മക്കളെക്കുറിച്ച് കാണുന്നിടത്തും പോകുന്നിടത്തും പോകുന്നിടത്തും എല്ലാം നിന്നിട്ടും ചുമ്മാ പൊങ്ങച്ചം പറയേണ്ട കാര്യമില്ല കേട്ടോ. അത് പൊങ്ങച്ചം പറയരുത്. മക്കളെക്കുറിച്ച് ചുമ്മാ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസ പറയുവാനായിട്ട് ഇപ്പം നമ്മൾ നിൽക്കണ്ട. അതാണ് നല്ലത്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അത് പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. അതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ? ചിലപ്പോൾ മക്കൾക്ക് നല്ല കഴിവുണ്ടായിട്ട് എവിടെയും എത്താൻ പറ്റാത്ത പിള്ളേരുടെ അമ്മമാരോ അപ്പന്മാരോ ഒക്കെ അത് കേൾക്കുന്നുണ്ടാകും. അവർ ചിലപ്പോൾ ഉള്ളിൽ കരയും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ മക്കളൊക്കെ നല്ല നിലയിലെത്തിയല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ ഗതി മാത്രം ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടാകും. ഇത് രണ്ടും ആര് കേൾക്കും? ദൈവം കേൾക്കുവാനായിട്ട് ഇടയാകും കേട്ടോ. കാരണം ആ മറ്റവൻ്റെ കണ്ണുനീരും ദൈവം കാണുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പൊങ്ങച്ചം പറയരുത് അല്ലേ? ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? അഹങ്കാരികളെ ഞാൻ പന പോലെ ചിത്രിക്കും. അപ്പോൾ ഈ പൊങ്ങച്ചം പറയുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ അഹങ്കാരം വന്നതുകൊണ്ടാണ് പൊങ്ങച്ചം പറയുന്നത്. മക്കളെക്കുറിച്ചുള്ള അഹങ്കാരം വരുമ്പോഴാണ് നമ്മൾ ഈ പൊങ്ങച്ചം പറയുന്നതും. അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. ഓക്കെ. ഇനി അടുത്തത്, നമ്മൾക്ക് എങ്ങനെ ഈ ഒരു വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുക? നമ്മൾക്കറിയാം, പഠിക്കുന്ന മക്കളാണെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കുന്നതോ അല്ലാത്തതോ ഒക്കെ ആകട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? കൊച്ചുമക്കളൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? തലമുറകളുള്ളവർ ആദ്യം ചെയ്യേണ്ട കാര്യം, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അവർക്ക് വേണ്ടി ഉപവസിക്കുക തന്നെ വേണം. അതിനകത്ത് യാതൊരു കോംപ്രമൈസും നമ്മൾ വെക്കരുത്. അതെങ്ങനെ വേണമെങ്കിലും ഉപവസിക്കുക. രാവിലെ തൊട്ട് ഉച്ച വരെയോ വൈകുന്നേരം രാത്രിയിൽ ഒരു നേരം കഴിച്ചുകൊണ്ടോ ഫുൾ ഡേയോ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് അതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കുവാൻ
നമ്മൾ മാറ്റിവെക്കുക. ഒരു കുറച്ച് നേരമെങ്കിലും നമ്മൾ മാറ്റിവെക്കുക. അതൊന്ന്. ഇനി രണ്ടാമത്തത് പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെ പ്രാർത്ഥിക്കണം? ആദ്യത്തെ പടി എന്താണ്? തന്നെത്താൻ അനുഗ്രഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തലമുറകളെ നമ്മൾ അനുഗ്രഹിക്കണം. മാതാപിതാക്കന്മാരെന്ന അധികാരമുണ്ട്. ആ ഒരു അധികാരമുണ്ട്. ആ അധികാരത്തിൽ നിന്ന് നമ്മളവരെ അനുഗ്രഹിക്കണം. ഇനി എന്തുവാകട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ടൊന്നും അവർ വന്നിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ മഹാവികൃതിയോ കുരുത്തക്കേടോ എന്തുവാകട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? തലമുറകളെ അനുഗ്രഹിക്കണം. നെഗറ്റീവ് അവർക്കെതിരെ പറയരുത്. നമ്മൾ എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിക്കണം. എൻ്റെ കുഞ്ഞ് യഹോവയിൽ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുഞ്ഞ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, ഇവൻ അനുഗ്രഹ വിഷയമാകും, അല്ലെങ്കിൽ ഇവൾ അനുഗ്രഹ വിഷയമാകും, ഇവളൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണെന്ന് നമ്മൾ ഇങ്ങനെ പറയണം. അത് പറയണം. പിന്നെ അവർ രാത്രിയിൽ കിടക്കുമ്പോഴൊക്കെ നമ്മൾ ഒന്ന് അവരുടെ ദേഹത്തൊന്ന് കൈവച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നത്. ചെറിയ മക്കളാണെങ്കിലും വലിയ മക്കളാണെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അവരെ ഒന്ന് അനുഗ്രഹിക്കുവാനായിട്ട് നമ്മൾ ഡെയിലി ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അവർ ദൂരെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് പറയാമല്ലോ, എൻ്റെ കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾക്ക് ഇവിടെ ഇരുന്ന് പറയാം. അതവിടെ ക്രിയ ചെയ്തോളും കേട്ടെ. അത് നമ്മൾ പറയുക. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ എന്താ പറയുക, യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം അതിനകത്ത് എന്താ പറയുക, 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വചനമുണ്ടല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതങ്ങ് പറയണം. നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് തലയിലോട്ടങ്ങ് കൈവച്ച് അതങ്ങ് പറയാം. ഇനി വലിയ മക്കളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചിലരൊന്നും സമ്മതിക്കത്തില്ലായിരിക്കും. അവർക്കത് വലിയ ഒരു ഷെയിം പോലെയൊക്കെ തോന്നുന്നു അവരൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതെനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിലും അവരെ തൊട്ടൊന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് യഹോവയുടെ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞിട്ട് ഇന്ന ആളുടെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കട്ടെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ എന്ന് അങ്ങനെ പറയുക. ഇനി അവരടുത്തില്ല അല്ലെങ്കിൽ അവരെ തൊട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്ന മകൻ്റെ പേര് അല്ലെങ്കിൽ മകളുടെ പേര് പറഞ്ഞിട്ട് അവരുടെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കട്ടെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. ഇത് നമ്മൾ പറയുക. ഡെയിലി നമ്മളിത് പറയണം. അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾക്ക് വേണ്ടിയും പറയണം. കാരണം നമ്മളും ഈ ഒരു രീതിയിലൊക്കെ പോയാലല്ലേ അവരും നല്ല രീതിയിൽ വരത്തുള്ളൂ. അതുകൊണ്ട് അതെല്ലാവരും പറയേണ്ടതാണ്. അത് ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെയും പറയുക, കുഞ്ഞുങ്ങളെയും നമ്മൾ അങ്ങനെ പറയുക. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയും, ഈ വചനം അങ്ങ് പറയുക. അങ്ങനെ തന്നെ അങ്ങ് പറയുക. എന്നിട്ട് ഈ വചനത്താൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ മുദ്രയിടുന്നു എന്ന് പറയുക. എന്നിട്ട് നമ്മൾ ആ കുഞ്ഞിൻ്റെ പേരങ്ങ് പറയുക. ഈ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞിട്ട് ഇന്ന കുഞ്ഞ് വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവത്തിൻ്റെ കൃപ കുഞ്ഞിനോട് കൂടെ ഇരിക്കുമെന്ന് നമ്മളങ്ങ് പറയുക. ഇങ്ങനെ ഈ 2 വചനങ്ങൾ ഡെയിലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ബാക്കി പിന്നെ നമ്മൾ പറയണം. എന്താണ്? 128-ാം സങ്കീർത്തനകത്ത് പറയുന്നുണ്ട്, നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒലിവിനൊക്കെ വലിയ പ്രത്യേകതയുണ്ടല്ലേ, അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒലിവ് തൈകൾ പോലെ ഇരിക്കും. അതൊക്കെ നമ്മൾ ആ വചനമൊക്കെ അങ്ങ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ 125-ാം സങ്കീർത്തനം അതിനകത്ത് പറയുകയാണ്, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. അപ്പോൾ നമ്മൾ 127-ാം സങ്കീർത്തനത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? മക്കളെ യഹോവ നൽകുന്ന അവകാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, 125-ൻ്റെ ഈ വചനം നമ്മളങ്ങ് പറഞ്ഞുകൊള്ളുക. എന്താണ്? ദുഷ്ടൻ്റെ ചെങ്കോൽ എവിടെ ഇരിക്കരുത്? ദൈവം എനിക്ക് തന്ന അവകാശത്തിൻ്റെ മേൽ ഇരിക്കരുത്. അപ്പോൾ ആ വചനം പറഞ്ഞ് നമ്മൾ അതിൻ്റെ മേൽ ജയം എടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ വചനങ്ങൾ, പിന്നെ ഒരുപാട് വചനങ്ങളുണ്ട് തലമുറകൾക്ക് വേണ്ടി, ഒരുപാട് വചനങ്ങളുണ്ട് അല്ലേ. പിന്നെ യേശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങ് പറയുക അല്ലേ. സമാധാനമില്ലാത്ത തലമുറകളും അല്ലെങ്കിൽ സമാധാനത്തെ കെടുത്തുന്ന തലമുറകൾ, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വചനമൊക്കെ വെച്ച്, ഒരുപാട് വചനങ്ങളുണ്ട്, ഇതൊക്കെ എടുത്തു വെച്ച് നമ്മൾ അങ്ങ് പറഞ്ഞുകൊണ്ട് ഈ വചനമൊക്കെ നമ്മൾ റിപ്പീറ്റഡായിട്ട് അങ്ങ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ ഓർക്കുക, തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു കാരണവശാലും നമ്മൾ മുടക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉപവസിക്കണം. അതിന് മാറ്റി വെക്കരുത്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾക്ക് അറിഞ്ഞുകൂടെ. നമ്മൾ പിള്ളേരെ സ്കൂളിലോട്ട് വിടും, അല്ലെങ്കിൽ അവരെ കോളേജുകളിലോട്ട് വിടും, അല്ലെങ്കിൽ അവരെ എങ്ങോട്ടെങ്കിലുമൊക്കെ അയക്കും. ഇവർ പോകുന്ന വഴികളിൽ ഇവർക്കെതിരെ പതിയിരിക്കുന്ന ദുഷ്ടശക്തികളുണ്ടാകും. അപ്പോൾ അതിൻ്റെ കെണിയിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കവർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇവർക്ക് ഉണ്ടാകണം. ആ പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം അവരെ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണം.
കുടുംബ പ്രാർത്ഥനയിൽ അവരെ ഇരുത്തണം. എന്നിട്ട് എന്താണ്, കുഞ്ഞു മക്കളാണെങ്കിൽ തന്നെ അവർക്ക് ചെറുപ്പം തൊട്ടേ നമ്മൾ വചനം പറഞ്ഞു കൊടുത്ത് അവരെയും കൊണ്ട് വചനം പറയിപ്പിക്കണം. ഇങ്ങനെ വചനം ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ വചനം, ഒരു കുറച്ച് വചനങ്ങളൊക്കെ നല്ല നല്ല വചനങ്ങൾ, എല്ലാം നല്ല വചനങ്ങളാണ്, എന്നാലും ഞാൻ പറയുകയാണ്, ഇങ്ങനെ വചനങ്ങൾ ഇങ്ങനെ നമ്മൾ അവരെയും കൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ചെയ്ത് പറയിപ്പിച്ചുകൊണ്ടിരിക്കണം. അവരുടെ വായിൽ നിന്ന് തന്നെ വചനങ്ങൾ നമ്മൾ പറയിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ വന്ന്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ മാത്രമേ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുവാനും അവരെ മടക്കി കൊണ്ടുവരുവാനും അവർ വഴിതെറ്റാതിരിക്കുവാനും ഒക്കെ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അല്ലാതെ നമ്മളുടെ ബുദ്ധി കൊണ്ടോ നമ്മളുടെ കഴിവ് കൊണ്ടോ നമ്മളുടെ പവർ കൊണ്ടോ നമ്മളുടെ മണി പവർ കൊണ്ടോ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ നേരായ രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അവർക്ക് എത്ര പണം ഉണ്ടെങ്കിലും നമ്മൾ എവിടെ വലിയ കോളേജുകളിൽ കൊണ്ട് ചേർത്താലും അവരവിടെ നിന്ന് പഠിച്ചിറങ്ങിയാലല്ലേ അതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഓർക്കുക, നമ്മളിൽ ആശ്രയിക്കരുത്, നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിൽ തലമുറകളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് മാത്രമേ അവരെ സംരക്ഷിക്കുവാൻ പറ്റത്തുള്ളൂ. ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ വേണം, എന്നാലേ അവർ നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഒരു കാരണവശാലും തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കരുത്. അത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ചിലരുണ്ട്, തലമുറകൾ വഴിതെറ്റിപ്പോയി എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത് ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും സംഭവിക്കുന്ന പ്രോസസ്സിംഗ് അല്ല. അത് വചനം ഇങ്ങനെ അയക്കുക, അത് ക്രിയ ചെയ്തിരിക്കുമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അത് നന്നായിട്ട് മടങ്ങി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ മടങ്ങി വരുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒറ്റ സെക്കൻഡ് മതി. എന്നാൽ ചിലതിനെയൊക്കെ ദൈവം ദൈവത്തിനൊരു അത് നമ്മൾക്കറിഞ്ഞുകൂടാ, ദൈവത്തിൻ്റെ സമയം നമ്മൾക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറുപടി കിട്ടുന്നിടം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറുപടി കിട്ടിക്കഴിഞ്ഞാലും ഈ വിഷയം നമ്മൾക്ക് വിടാൻ പറ്റുമോ? ഇല്ല. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.